RJD സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രേയാംസ് കുമാറിനെതിരെ മത്സരം. 4 പേരാണ് ശ്രേയാംസ് കുമാറിനെതിരെ പത്രിക നൽകിയത്. മത്സരം ഒഴിവാക്കാൻ സമവായ ചർച്ചയുമായി നേതാക്കൾ രംഗത്തെത്തുകയാണ്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുകയാണ്. രതീഷ്, ആരൊക്കെയാണ് ശ്രേയാംസിനെതിരെ മത്സരിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത്? ബിനിൽ, RJDയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇത്തരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. നിലവിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് സഹാബ് പുൽപ്പറ്റ, എറണാകുളം ജില്ലയിൽ നിന്ന് ജെയ്സൺ, ഇടുക്കി ജില്ലയിൽ നിന്ന് കുഞ്ഞപ്പൻ പാനിക്കുളങ്ങര കുഞ്ഞപ്പൻ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മനേത്ത് ചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 4 പേരാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതൊരു ശൈലി മാറ്റത്തിലുള്ള തുടക്കമാണെന്നാണ് നേതാക്കളുടെ വിശദീകരണം. സംഘടനയിലെ ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ കരുത്തുകൂടിയാണ് എന്നൊക്കെയാണ് വിശദീകരണമെങ്കിലും കൃത്യമായി നേതൃത്വത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധ നിലയ്ക്ക് തന്നെയാണ് ഇത്തരത്തിലൊരു മത്സരം വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏകാംഗമായി ഔദ്യോഗികമായി എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു തീരുമാനത്തിലേക്ക് ഒരാളെ പേര് നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. നേതൃത്വത്തോടുള്ള നേതാക്കളുടെ ശൈലിയിലുള്ള വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സംസ്ഥാന അധ്യക്ഷൻ്റെ പദവിയിലേക്ക് ഉൾപ്പെടെ വന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും സമവായ ചർച്ച, ഇത്തരത്തിൽ ഒരു മത്സരം നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തിരക്കിട്ട് RJDയിലെ നേതാക്കൾ നടത്തുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും നാളെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ബെനി. ഓക്കെ, വ്യക്തമാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. RJD സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രേയാംസ് കുമാറിനെതിരെ 4 പേരാണ് ഇപ്പോൾ പത്രിക നൽകിയിരിക്കുന്നത്. പക്ഷേ അവരുടെ മത്സരം ഒഴിവാക്കാനുള്ള ശ്രമമാണ് നേതൃത്വം നടത്തുന്നത്.